ഇനി ഇനി ഈ വേദി കൈയടക്കാനായിട്ട് വരുന്നത് മ്യൂസിഷ്യൻസ്. നമ്മുടെ ഈ വേദി കൈയടക്കാനായിട്ട് വരുന്നത്, വേദിയിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട താരമാണ്. മാപ്പിളപ്പാട്ടുകളുടെ രാജകുമാരി GCCയിൽ വന്നു കഴിഞ്ഞാൽ മക്കളെ ഫാൻസാണ്. ഇവരുടെ പാട്ട് കേൾക്കാനായിട്ട് ഇപ്പോൾ ദുബായിൽ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അങ്ങ് റാസൽ കൈമേൽ നിന്ന് ആൾക്കാർ പറന്നെത്തും. അപ്പോൾ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സുറുമി വയനാട്. ശരിക്കും ഒരു പ്രൊഫൈൽ പറയുവാണെങ്കിൽ നമ്മുടെ കൈരളി TVയിലെ പട്ടുറുമാൽ എന്ന പരിപാടിയുടെ ഫസ്റ്റ് സീസണില് ഫൈനലിസ്റ്റ് ആയിരുന്നു നമ്മുടെ സുറുമി. അതിനുശേഷം നിരവധി അനവധി 1000-ലധികം വേദികളിലെ നമ്മളെല്ലാവരും നല്ല മനോഹരമായ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് ആ ചിരിയും പാട്ടും ഒരു രക്ഷയില്ല സാറേ. ചുറ്റാകെ നിൽക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പത്തിൽ പെട്ടിരിക്കുകയാണ്. സുറുമിയുടെ നാട് എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയാണ്. അപ്പൊ സുറുമിയെ നമ്മള് ബത്തേരിക്കാരി സുറുമി എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ സുറുമി ഈ പിന്നെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന് നമ്മുടെ സുരേട്ടനൊക്കെ പറയുന്നുണ്ട്. ഗണപതി വട്ടം ആക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗണപതി വട്ടം ആക്കി കഴിഞ്ഞാൽ ആദ്യം പെടുന്നത് സുറുമിയാണ്. സുറുമി ഗണപതി വട്ടം എന്നായിരിക്കും പേര്. അയ്യോ, അപ്പൊ സുറുമിക്ക് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയടി കൊടുക്ക്. GCC ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് GCCയിലാണ്. GCCയിലാണോ ഇവിടെയാണോ എന്ന് ഇപ്പൊ അറിയാം. ആദ്യത്തെ പാട്ട് കഴിയുമ്പോൾ അറിയാം. സുറുമിയെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ PMAJയുടെ വേദിയിലേക്ക്. എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈയടി. താങ്ക് യു. ആദ്യമായി ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും വേണ്ടി ഒരു 2 വരി KS ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ടാണ്. അത് പാടുകയാണ്. ഒരു നല്ലൊരു കയ്യടി തരുമോ? താങ്ക് യു. പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ?
മലേഷ്യയിൽ സ്ഥിരമായിട്ട് വരണോ വേണ്ടെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സുറുമി, കയ്യടി വരട്ടെ. അടിപൊളിയല്ലേ? സുറുമിയുടെ ഫാൻസ് ഒരു ഗംഭീര കയ്യടി കൊടുത്തേ. അടിപൊളി. അപ്പോ ഇനി നമ്മുടെ ഈ കൂട്ടത്തിലെ ഏറ്റവും ജൂനിയർ താരമാണ് വരാൻ പോകുന്നത്. അതെ. പക്ഷെ എക്സ്പീരിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ ആൾ കുറെ വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ട്. തന്നെയാണ്. അതെ. അപ്പൊ നമ്മുടെ സ്വന്തം ക്രിസ്റ്റകലയെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ബോളിവുഡ് സോങ് ആണ് നമുക്ക് ക്രിസ്റ്റകല പാടാൻ പോകുന്നത് അല്ലേ? തകർക്കാൻ പോവാണ്. സെറ്റിംഗ് ദ സ്റ്റേജ് ഓൺ ഫയർ എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ കണ്ടോ? ഓക്കെ, അപ്പൊ നല്ലൊരു കൈയടി കൊടുത്തോണ്ട് come on, put all your hands together now for ക്രിസ്റ്റകല. യെസ്, പൊളി ഓടിക്കേ. ഹലോ ജോഹർ, നമസ്കാരം. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ഇത്രയേ ഉള്ളോ എനർജി? നല്ല പടക്കം പൊട്ടുന്നതിലൊരു കൈയടി തന്നെ നോക്കട്ടെ. കുറച്ചുകൂടെയൊക്കെ ആവാട്ടോ. എല്ലാവരും ഷൈ ആയിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അടുത്ത പാട്ടുകളിൽ നമുക്ക് അടിച്ചു പൊളിക്കാം. റെഡിയാണോ? ഒരു ഹിന്ദി ഫാസ്റ്റ് നമ്പർ സോങ് പാടാൻ പോവാണ്. AR റഹ്മാൻ സാറിൻ്റെ ഒരു കോമ്പസിഷനാണ്. അപ്പോൾ എൻജോയ് ചെയ്യാം. ഓക്കെ ആണോ? चली रे चुनू को लिए पिंजरे से उड़ा दिल का शिकरा, खुद से मैंने इश्क किया रे. എല്ലാവരും താളത്തിൽ നിന്ന് കൈയടിച്ച് കമോ. चली रे चुनू को लिए कतरा कतरा लम्हों को पिए, पिंजरे से उड़ा दिल का शिकरा, खुद से मैंने इश्क किया रे. जिया जिया रे जिया रे 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 जिया. चली रे चुनू को लिए पिंजरे से उड़ा दिल का शिकरा, खुद से मैंने इश्क किया रे. जिया जिया रे जिया रे 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 जिया.
जिया रे जिया रे जिया जिया रे जिया रे जियो जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जियो चली रे चूनू बोलिए पिंजरे से उड़ा दिल का शिकरा खुदी से मैंने इश्क किया रे जिया 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 रे जिया रे जिया ओ जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जियो जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जियो Thank you. സുഹായ് ആൻഡ് സോ ഇനിയും ഡാൻസ് കളിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ടും കൈയും കാലും മനസ്സൊക്കെ കെട്ടിയിട്ടിരിക്കുന്നവർ ഒന്ന് കൈവെക്കോ. ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവെക്കോ. കമാൺ. So people, this is the chance and this is the time. There is no other better option for other than this next song. ഇത് റിലീസ് ചെയ്തതിനു ശേഷം ഒരു മ്യൂസിക് ഷോയിൽ ഈ ഒരു സോങ് ഇല്ലാണ്ട് ഇരുന്നിട്ടില്ല. And this song is done by the legendary music director A.R. Rahman, everybody. Pump up everybody!
you so much. അമ്പമ്പമ്പോ. ചെറുത്തുനിൽപ്പാണ് ഏറ്റവും വലിയ വിപ്ലവം അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും കാണാൻ പറ്റും. വർണ്ണത്തിന്റെയും വർഗീയതയുടെയും പേരിൽ നമ്മൾ ഒരുപാട് ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ അവനവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു നാടൻ പാട്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. Are you guys ready? എല്ലാവരും ഒരേ സ്വരത്തോടെ ഈ പാട്ട് കേൾക്കുമല്ലോ? റെഡിയാണോ? പാട്ടും വരുന്ന കെട്ടും ഞാൻ പണ്ടേ മറന്ന്, കൊട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞ്, എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യണിതയേ. എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യണിതയേ. So can everybody raise your hands up about? Let's make it together, everyone. പാട്ടും വരുന്ന കെട്ടും ഞാൻ പണ്ടേ മറന്ന്, ഒട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞ്. പാട്ടും വരുന്ന കെട്ടും ഞാൻ പണ്ടേ മറന്ന്, ഒട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞ്, എന്നിട്ടും പാടാതിരിക്കാൻ വയ്യണിതയേ. എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യണിതയേ. എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യണിതയേ. പാട്ടും വരുന്ന കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞേ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന പാടിന്റെ നട്ടല് പൊട്ടി നമ്മൾ ചാകും. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന പാടിന്റെ നട്ടല് പൊട്ടി നമ്മൾ ചാകും. ചാകാണ്ടിരിക്കാനെങ്കിലും പാടണിതയേ. പാടിട്ട് ചാകാനെങ്കിലും പാടണിതയേ. പാടിട്ട് ചാകാനെങ്കിലും പാടണിതയേ. പാട്ടും വരുന്ന കെട്ടും ഞാൻ പണ്ടേ മറന്നേ, ഒട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞേ. കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം നമ്മളെ കൊല്ലാണ്ടിരിക്കുമെന്നാരത് കണ്ടു. കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം നമ്മളെ കൊല്ലാണ്ടിരിക്കുമെന്നാരത് കണ്ടു. കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമുക്കും കൊല്ലാം. കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം. കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം. പാട്ടും വരുന്ന കൈകടിതയേ, കൂട്ടാളരെയെല്ലാം വിളിക്കടിതയേ. പാട്ടും വരുന്ന ഞാൻ പണ്ടേ മറന്നേ, കൊണ്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടിതയേ. അടിപൊളി അടിപൊളി. എല്ലാവരും ചേർന്നൊരു ഗംഭീര കൈയടി കൊടുക്ക.
അത് മാത്രമല്ല ആട്ടം കലാസമിതിയുടെ ഡാൻസ് ഒരു രക്ഷയില്ലട്ടോ, വേറെ ലെവലാണ് നിങ്ങള്. ഒരു അടിപൊളി. ലക്ഷ്യമില്ലായിരുന്നു കേട്ടോ. നല്ല കോംബോ ആയിരുന്നു. ഇവര് പാടുമ്പോ ശരിക്കും നമുക്ക് അതിന് തൊണ്ടയ്ക്ക് സ്ട്രെയിൻ എന്ന് തോന്നുന്നുണ്ട് അത് അല്ലേ? മാത്രമല്ല അത്രയ്ക്ക് അതിന് energy ആയിരുന്നു. തൊട്ടു മുമ്പായിട്ട് സായ രോമാഞ്ചം ഉണ്ടാക്കിയിട്ടാ പോയോട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, അത് ഭയങ്കര രോമാഞ്ചമായിരുന്നു. ശരിക്കും അവിടെ നിന്ന് ഡയാന എന്നെയും പിടിച്ചു ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് വന്ന് ഡാൻസ് കളിച്ചിട്ട് പോയി. പാട്ടൊക്കെ കേട്ട് എങ്ങനെ ഡാൻസ് കളിക്കാതിരിക്കാൻ ഉഗ്രനായിരുന്നു. അപ്പൊ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് പൊളിച്ചടുക്കി. ഇനി നിങ്ങൾക്കൊരു